വിജയനും ബി.ജെ.പിയും കൂടി തൃശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത്രേ. കെ സുധാകരനും വി.ഡി. സതീശനുമൊക്കെ സകല മൈക്കിനു മുന്നിൽ നിന്നുകൊണ്ട് വെച്ച് കാച്ചുന്നുണ്ട്. അല്ല കോൺഗ്രസുകാരെ, LDF-ഉം ബി.ജെ.പിയും ഡീൽ ഉറപ്പിച്ചതാണെങ്കിൽ തൃശൂരിൽ നിങ്ങളുടെ വോട്ട് ആർക്കാ കൊടുത്തത്? അതൊന്ന് പറയണമല്ലോ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അന്ന് LDF സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസിന് ലഭിച്ചത് 3,21,456 വോട്ട്. NDA സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപിക്ക് 2,93,822 വോട്ടുകൾ. ജയിച്ച UDF സ്ഥാനാർത്ഥി TN പ്രതാപന് 4,15,089 വോട്ട്. 93,633 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് UDF അന്ന് ജയിച്ചത്. ഇനി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കണക്ക് പറയാം. LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന് 3,37,652 വോട്ടുകൾ ലഭിച്ചു. അതായത് 2019 തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ 16,196 വോട്ടുകൾ LDF വർദ്ധിപ്പിച്ചു. ജയിച്ച സുരേഷ് ഗോപിക്ക് ആകെ ലഭിച്ചത് 4,12,338 വോട്ട്. ഭൂരിപക്ഷം 74,686. ഇനി UDF-ന് എത്രയായിരുന്നു കിട്ടിയത്? 3,28,124 വോട്ട് മാത്രം. അതായത് UDF-ന്റെ 86,965 വോട്ട് സ്വാഹ. ബി.ജെ.പിക്ക് കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കാനുള്ള ഭൂരിപക്ഷം കോൺഗ്രസ് തന്നെ കൊടുത്തത് എന്ത് ഡീലിന്റെ പേരിലാണ് സതീശ? കോൺഗ്രസ് വോട്ട് മറിച്ചില്ലായിരുന്നെങ്കിൽ തൃശൂരിന്റെ ബലം മറ്റൊന്നാകുമായിരുന്നു, ഉറപ്പാണത്. സിറ്റിംഗ് MP ആയിരുന്ന പ്രതാപനെ മാറ്റിയാണ് വടകരയിൽ നിന്ന് K മുരളീധരനെ തൃശൂരിൽ കോൺഗ്രസ് ഇറക്കിയത്. തൃശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മന്ത്രിയായിരിക്കെ വടക്കാഞ്ചേരി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും തോറ്റു തുന്നം പാടിയ മുരളീധരനെ മത്സരിപ്പിച്ചപ്പോഴേ ആ ഡീൽ തെളിഞ്ഞതാണ്. ഗോൾവാൾക്കറുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ കുമ്പിട്ട് നിന്ന് വിളക്ക് കൊളുത്തിയ സതീശനും RSS ശാഖയ്ക്ക് കാവൽ നിന്ന കഥ അഭിമാനത്തോടെ വിളിച്ചു പറഞ്ഞ സുധാകരനും കോൺഗ്രസിനെ നയിക്കുമ്പോൾ ഇതല്ല ഇതിനപ്പുറത്തെ ഡീലും കേരളം ഇനി കാണേണ്ടി വരും.